ഇനി നമുക്ക് മാസ്കിങ് എന്തെന്ന് നോക്കാം. മാസ്കിങ് ഇപ്പോൾ ചില ക്രോപ്പിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് മാസ്കിങ്. നോക്കിക്കോണം. Ctrl+Shift+K ഒരു ഇമേജ് ഞാൻ വെളിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇതിന് ഞാൻ ചെറുതാക്കുകയാണേ. ഇനി ഞാൻ ഇതിന് തൊട്ട് മുകളിൽ കൊണ്ടുവച്ചിട്ട് ഇതും സെലക്ട് ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാസ്ക് കാണുന്നുണ്ടോ? മാസ്ക്. ഈ മാസ്കിലേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല, അത് മാസ്കായി മാറി. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഷേപ്പിനെ ഡ്രാഗ് ചെയ്ത് നമുക്കിത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇമേജ് കിട്ടും. അല്ലെങ്കിൽ എന്നിട്ട് നമുക്കിവിടെ എൻ്റർ കൊടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഒറ്റ ലെയറായി മാറി. ഇനി നമുക്ക് വല്ല എഡിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിതുപോലെ ഷേപ്പുകൾ ഇതുപോലെ മാറ്റാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ ഇമേജ് ഇതുപോലെ മാസ്ക് ചെയ്യുമ്പോൾ ഇവിടെ ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇതൊരു മാസ്ക് ഗ്രൂപ്പാണ്. ഇത് മൊത്തത്തിലുള്ളൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ഇമേജ് കൊണ്ട് എലിപ്സും ഉണ്ട്. എലിപ്സിൻ്റെ ഒരു ഏറോ മാർക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? അത് മാസ്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഏറോ മാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിചാരിച്ചു വേണം ഇതൊരു മാസ്ക് ലെയറാണെന്ന് ചിന്തിച്ചു വേണം. ഓക്കെ, ടെക്സ്റ്റിൻ്റെ അകത്ത് എങ്ങനെ മാസ്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ ഇവിടെ ഒരു ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ഇമേജ് ഇതിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഇത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Shift+K പ്രസ് ചെയ്തു. ഒരു ഇമേജിനെ എടുത്തു. ഇതിലേക്ക് നമ്മൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കിക്കോണം. ഒന്നും സംഭവിക്കില്ല, വെളിയിലായിരിക്കും പേസ്റ്റ് ആവുന്നത്. ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത് രണ്ടും കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇമേജിനെ ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുപോയി എന്നിട്ട് ടെക്സ്റ്റിനെ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ മാസ്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ സംഭവം മാസ്ക് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ട, മാസ്ക് ആയിട്ടുണ്ട്. ഇനി ഇമേജിനെ സെലക്ട് ചെയ്ത് താഴേക്ക് ഒന്ന് ഇറക്കിയിട്ട് എന്നിതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇപ്പോൾ മാസ്ക് ആയിരിക്കുകയാണത്. ഇമേജ് ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് മാസ്ക് ചെയ്യുന്ന രീതി ഇതാണ്. ഇനി നമുക്കൊരു സെർട്ടൺ ഷേപ്സ് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ തന്നെയാണ് മാസ്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോണം. ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതൊരു എലിപ്സാണ്. ഇത് രണ്ടിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ആക്കണം. Ctrl+G എടുത്ത് ഗ്രൂപ്പാക്കി. ഇനി ഞാനൊരു ഇമേജ് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇത് ഗ്രൂപ്പാണ്, ഇത് ഞാൻ ഇമേജാണ്. ഞാൻ തൊട്ട് മുകളിൽ കൊണ്ടുപോവുകയാണ് ഈ ഗ്രൂപ്പിൻ്റെ. എന്നിട്ട് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് കണ്ടാൽ രണ്ടിലും മാസ്ക് ആയുണ്ട്. അതായത് നമ്മൾ വരച്ച രണ്ട് ഒബ്ജക്റ്റിലും ഈ മാസ്കിൻ്റെ ഓപ്ഷൻ ആക്റ്റീവായി. കാര്യം ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിലും നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് ഒബ്ജക്റ്റ് വരച്ചു, അതിനെ ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇമേജിനെ മാസ്ക് ചെയ്തു. അതും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഇതുപോലെ വരച്ചു. ഇതുപോലെ രണ്ട് ഒബ്ജക്റ്റാണ്. ഇതിനെ ഞാൻ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തു. Ctrl+Shift+K അടിച്ചിട്ട് രണ്ട് ഇമേജിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. രണ്ട് ഇമേജ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിനെ രണ്ട് കൺട്രോൾ സെലക്ട് ചെയ്തു, Ctrl+G അടിച്ച് ഗ്രൂപ്പാക്കി. ഓക്കെ, ഇതിപ്പോൾ ഗ്രൂപ്പാണ്, ഇതും ഗ്രൂപ്പാണ്. ഇത് രണ്ടിനാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ മാസ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, ഇതിനെ നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് ഇമേജിനെയും ഗ്രൂപ്പ് ഓഫ് ഷേപ്സിനെ നമുക്ക് ഇതുപോലെ മാസ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെക്റ്റർ ഷേപ്പോ കാര്യങ്ങളോ ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെയും ഇതുപോലെ മാസ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഇമേജിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി, സ്റ്റോക്ക് പ്രോപ്പർട്ടി ഇതിലേക്ക് വരണം. എന്താ ചെയ്യണത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, Alt+Ctrl+C Alt+Ctrl+V. ഇമേജിൽ ഇതുപോലെ നമുക്ക് പ്രോപ്പർട്ടി കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പർട്ടിക്കുലർ ഇമേജിന് ഞാൻ ഇവിടെ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോണം, ഇവിടെ കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇതുപോലെ റെഡ് കളർ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒപ്പോസിറ്റിയിൽ 50% കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫയലിൻ്റെ ഈ കളർ നമുക്ക് ഇതിലും വേണം. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് Ctrl+Alt+C പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് Ctrl+Alt+V കൊടുക്കുകയാണ്. അതുപോലെ വരും. പക്ഷേ ഞാൻ ഇവിടെ സ്റ്റോക്ക് ഓഫ് ചെയ്തു. എനിക്കിവിടെ ഈ ഇമേജ് കളർ മാത്രം ഇതിൽ മതി, ഈ സ്റ്റോക്ക് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, Ctrl+C പ്രസ് ചെയ്യുക, ഇവിടെ വരിക, Ctrl+V പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇമേജിലെ കളർ മാത്രം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇമേജസിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അത് പ്രോജക്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇനി നമുക്ക് നോക്കണം.